ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ADHD കുറിച്ചിട്ടാണ്. ADHD എന്താണെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെങ്കിലും ഇതറിയാൻ പാടില്ലാത്തതായിട്ട് കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ADHD കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലോട്ട് പോവാം. ADHD കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ്. അതായത് അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്, ഒരു ബ്രെയിൻ ഡിസോർഡർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കത് പറയാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങളിൽ ഈ ADHD ഉണ്ടാകാനുള്ള കാരണം? പഠനങ്ങൾ പറയുന്നത് നമ്മളുടെ ബ്രെയിനിൽ കുറച്ച് കെമിക്കൽസ് ഉണ്ട്. അതായത് ബ്രെയിൻ സെൽസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് കുറച്ച് കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിൽ തന്നെ രൂപപ്പെടുന്നുണ്ട്. അതിൽ കുറച്ച് കെമിക്കൽസിൽ ഒരു രണ്ടെണ്ണത്തിന്റെ പേര് പറയാം, ഡോപ്പമിൻ ആൻഡ് സെറട്ടോണിൻ. അപ്പം ഡോപ്പമിൻ കുറച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ചില കുട്ടികളിൽ കാണപ്പെടുമ്പോൾ അതൊരു ബ്രെയിൻ ഡിസോർഡർ ആയിട്ട്, അതായത് ബ്രെയിനിന്റെ ചില ഫംഗ്ഷൻസിൽ ഒരു താളപ്പിഴ സംഭവിക്കുകയും അതൊരു ബ്രെയിൻ ഡിസോർഡർ ആയിട്ട് മാറുകയും അങ്ങനെയാണ് ഈ ADHD ഉണ്ടാകുന്നതെന്നാണ് സ്റ്റഡീസ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല മറ്റു ചില കാരണങ്ങളും കൂടി പഠനങ്ങളിൽ പറയുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുമ്പോൾ പ്രിമച്വർ ബർത്ത്, അതായത് മാസം തികയാതെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ അതൊരു കാരണമാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസി സമയത്ത് മദർ ടൊബാക്കോ അല്ലെങ്കിൽ ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് എന്തെങ്കിലും യൂസ് ചെയ്യുവാണെങ്കിൽ പോലും ഈ ഒരു രോഗാവസ്ഥ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട്, അതായത് പാരന്റ്സിനോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനോ ആർക്കെങ്കിലും ഈ ADHD സിംറ്റംസ് അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിനും അതുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് ADHD ഉണ്ടാവാനുള്ള കാരണമായിട്ട് പഠനങ്ങളിൽ പറയപ്പെടുന്നത്. ഇനി ADHD എത്ര ടൈപ്പ് ഉണ്ട്, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ ADHD 3 തരത്തിലാണ് കാണപ്പെടുന്നത്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഇമ്പൾസീവ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഇൻഅറ്റന്റീവ് എന്ന് പറയും. മൂന്നാമത്തേന്ന് പറയുമ്പോൾ കമ്പൈൻഡ് എന്ന് പറയും. ആദ്യം പറഞ്ഞ ഇമ്പൾസീവ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റിയും രണ്ടാമത് പറഞ്ഞ ഇൻഅറ്റന്റീവ് ആയിട്ടുള്ളതും കൂടി ചില കുട്ടികളിൽ രണ്ടിന്റെയും കുറച്ച് സിംറ്റംസ് കാണപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് കമ്പൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഇമ്പൾസീവ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. കൂടുതലും നമ്മൾ 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളിലാണ് ഈ ഒരു സിംറ്റംസ് കാണപ്പെടുന്നത്. കൂടുതലും പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് നമുക്ക് ഈ സിംറ്റംസ് കൂടുതലായിട്ട് കാണാൻ കഴിയുക. ഈ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള കുട്ടികൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. എപ്പോഴും അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഭയങ്കരമായ കുരുത്തക്കേട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമുക്കിപ്പോൾ അവർ എവിടെയെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ പോലും അവർ കാണുന്നതൊക്കെ എടുക്കുക, കാണുന്നിടത്തൊക്കെ ചാടി കയറുക, ബഹളം വെക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവർ തറയിൽ കിടന്ന് ഉരുളുക, പ്രശ്നം ഉണ്ടാക്കുക, എന്തെങ്കിലും എറിഞ്ഞു പൊട്ടിക്കുക. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ടീച്ചേഴ്സിനെയും കുട്ടികളെയും കൂടെ പഠിക്കുന്ന കുട്ടികളെയും ഡിസ്ട്രാക്ട് ചെയ്യുക. അവര് ഭയങ്കരമായിട്ട് എപ്പോഴും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ ഇവർ അതിനിടയ്ക്ക് കയറി ഉത്തരം പറയുക. ഇവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറയണമെന്നുള്ള ഒരു ടെൻഡൻസി. അങ്ങനെ മൊത്തത്തിൽ ഇവര് ഒരു പ്രശ്നക്കാരായിരിക്കും. പലപ്പോഴും പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇവരുടെ ഈ ഒരു വൈകല്യം തിരിച്ചറിയാതെ ഈ കുട്ടികളെ ക്രൂരമായിട്ട്, അതായത് പിച്ചുക, നുള്ളുക, ഉപദ്രവിക്കുക, തരം താഴ്ത്തി പറയുക, അങ്ങനെയൊക്കെ മെന്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് തിരിച്ചറിയുക. അത് അവര് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല. അവരുടെ ബ്രെയിൻ ഉണ്ടാകുന്ന ഒരു വൈകല്യം അല്ലെങ്കിൽ ഒരു ഡിസോർഡർ മൂലമാണ് അവരിങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നതെന്ന് പേരൻസ് ആദ്യം തിരിച്ചറിയേണ്ടതാണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇൻഅറ്റന്റീവ് ടൈപ്പ്. ഇൻഅറ്റന്റീവ് ടൈപ്പ് എന്ന് വെച്ചാൽ അവർക്ക് അറ്റൻഷൻ കിട്ടാത്തൊരവസ്ഥ, അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ കുറച്ച് വീക്കായിരിക്കും. അവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട് അവർക്ക് പഠിക്കണമെന്ന്, പക്ഷെ അവർക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇപ്പോൾ അവർ ടീച്ചറെ പഠിപ്പിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സ് പഠിപ്പിക്കുക, അവർ ആദ്യം ഓക്കെ ഇതെങ്കിലും എനിക്ക് ശ്രദ്ധിച്ചിരിക്കണം എന്ന് വെച്ചിട്ട് അവർ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ആരെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനക്കം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ മൈൻഡ് ഡൈവേർട്ടായി പോകും. അതായത് ഒരു കാര്യത്തിലേക്ക് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഫോക്കസ് ചെയ്യാനോ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളായാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു കടയിലോട്ട് പറഞ്ഞു വിട്ടാലോ, എന്തെങ്കിലും സാധനം വാങ്ങാൻ പറഞ്ഞു വിട്ടാലോ ഒക്കെ ഇവർ മറവിയാണ് ഇവർക്ക് കൂടുതലായിട്ട്. സ്കൂളിൽ പോകുന്ന കുഞ്ഞു കുട്ടികളാണെങ്കിൽ പെൻസില്, ബുക്ക്, ഇറേസർ എല്ലാ കാര്യങ്ങളും ഇവർ മറന്നിട്ട് വരിക. കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പറഞ്ഞു വിട്ടാൽ 2 എണ്ണം വാങ്ങും, 3 എണ്ണം മറന്നു പോകും. അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും, അതായത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും പോലും ഇവരുടേതായിട്ടുള്ള കുറ്റമല്ലാതെ തന്നെ ഇവരെ മറന്നു പോകുന്ന ഒരു രീതി.
പിന്നെ ഇൻഅറ്റൻറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ കൂടുതലും നമുക്ക് കാണപ്പെടുന്നത് പെൺകുട്ടികളിലാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാം, അവർക്ക് പഠിക്കാൻ അവർ വിചാരിച്ചാൽ പോലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഫോക്കസ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ ഇവര് ഡേ ഡ്രീമേഴ്സ് ആയിരിക്കും. അതായത് ഇപ്പം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള 2-3 പേര് തമ്മിൽ കൂട്ടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ പോലും പെട്ടെന്ന് ഇവരെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവര് മറ്റൊരു ലോകത്തിലേക്കായിരിക്കും ഇവരുടെ മൈൻഡ്. ഇവരൊരു സ്വപ്നലോകം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സ്വപ്നലോകത്തിരിക്കുന്ന പോലെയായിരിക്കും. പിന്നെ മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പൾസീവ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റിയും ഇൻഅറ്റൻറ്റീവും മിക്സ് ആയിട്ട് കാണപ്പെടും. അതായത് ഈ പറഞ്ഞ 2 കേസിലെയും സിംറ്റംസ് എല്ലാം കാണുമെന്നല്ല. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം അവർക്ക് മൂഡ് സ്വിങ്സും ഉണ്ടാവും, എങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവും. അങ്ങനെ ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന ആ ഒരു രീതിയാണ് കമ്പൈൻഡ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ADHDയുടെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിനുള്ള റെമഡീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്നാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ അമിതമായിട്ട് വികൃതി കാണിക്കുക അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുക, നിസ്സാര കാര്യത്തിന് പോലും വാശി പിടിക്കുക, എവിടെ പോലും അടങ്ങിയിരിക്കാതെ കൂടുതലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയുക. അതായത് പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ഒന്ന് തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ എന്തിനും ഏതിനും ഒരു കുട്ടീനെ പണിഷ്മെന്റ് കൊടുത്താൽ പോലും ആ കുട്ടിക്ക് വീണ്ടും വീണ്ടും നന്നാവാനായിട്ട് അതിന് പറ്റുന്നില്ല. അത് വേദന സഹിക്കുന്നുണ്ടാവും. ഉപദ്രവിക്കുവാണെങ്കിൽ പോലും അത്രയും അത് വേദന സഹിച്ചിട്ടും വീണ്ടും വീണ്ടും ആ കുട്ടിയെ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ആക്ച്വലി കുട്ടിക്ക് എന്തോ ഒരു തകരാറുള്ളത് കൊണ്ടാണ് കുട്ടിക്ക് ഇത്രയും നമ്മൾ പണിഷ്മെന്റ് കൊടുത്തിട്ടും കുട്ടി വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ആദ്യം പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടീനെ നമ്മൾ ആദ്യം ഒരു കൗൺസിലിങ്ങിന് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തോ നിങ്ങൾ ആദ്യം കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് കുട്ടീനെ അനലൈസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അവർ റൂൾ ഔട്ട് ചെയ്യും എന്താണ് ഈ കുട്ടിയുടെ കാര്യം എന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്നത് പേരൻസിനാണ് കേട്ടോ. കുട്ടീനെ കുറെ തെറാപ്പിയും കൗൺസിലിംഗ് ഒക്കെ വഴി നമുക്ക് ഒരു പരിധി വരെ കുട്ടീനെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അത് ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്. പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഈ ഒരു അസുഖം ഭേദമാക്കി എടുക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ച് ഗ്രാജുവൽ പ്രോസസ്സിങ്ങിലൂടെ ഒരുപാട് സെഷൻസ് ഇരുന്നിട്ടാണ് നമുക്ക് ഈ ഒരു അസുഖം ഭേദമാക്കി എടുക്കാൻ പറ്റുക. അപ്പം ആദ്യം ഒരു കൗൺസിലിംഗ് കൊണ്ടുപോയി കുട്ടി നന്നായില്ല, അപ്പോൾ നിനക്ക് കൗൺസിലിംഗ് ചെയ്തിട്ട് മാറിയില്ല എന്ന് പറഞ്ഞ് കുട്ടീനെ വീണ്ടും ഹറാസ് ചെയ്യുക അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്ന പേരൻസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ പേരൻസിനെയാണ് കൗൺസിൽ ചെയ്ത് അവർക്കൊരു അവയർനെസ് കൊടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഫാമിലി തെറാപ്പിയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ചെറുതിലേ ഈ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു 5 വയസ്സ് മുതൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഒരുപാട് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ തെറാപ്പി ഉണ്ട്, സൈക്കോ തെറാപ്പി ഉണ്ട്, അറ്റൻഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി ഉണ്ട്. അങ്ങനെ ഒരുപാട് തെറാപ്പി കൂടിയും കൗൺസിലിംഗിൽ കൂടിയും ഒരു ഗ്രാജുവൽ പ്രോസസ് ആയിട്ടാണ് നമ്മൾ കുട്ടികളുടെ ഈ ഒരു രീതി മാറ്റിയെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഫാമിലിക്കും നമ്മൾ നല്ല രീതിയിൽ കൗൺസിലിംഗും അവയർനെസ്സും കൊടുക്കും. 2 കൂട്ടരും ഒരേ മനസ്സോടെ ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ ഈ അസുഖത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു കുട്ടികളിലെ ADHD കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കണ്ടക്ട് ഡിസോർഡർ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ 18 വയസ്സിന് ശേഷം കുട്ടികൾ മറ്റ് പല തരത്തിലോട്ടും വഴിതെറ്റി പോകാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലാണ്. ചിലപ്പോൾ ഈ കാണിക്കുന്ന ബിഹേവിയർ പലരും ചിന്തിക്കുന്ന 18 വയസ്സൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്തിരി പ്രായമായിട്ടൊക്കെ കഴിയുമ്പോൾ ഈ കുട്ടിയിൽ ഇത് മാറും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം ഓടിച്ചാടി നടക്കുന്ന അല്ലെങ്കിൽ കുരുത്തക്കേടുള്ള സ്വഭാവം കുറച്ച് മാറുമെങ്കിലും ഈ മറവി അല്ലെങ്കിൽ ഈ ഇപ്പം നാളെ ഒരു പ്രൊഫഷൻ ഒരു ജോലിക്ക് കയറിയാൽ പോലും ഈ മറവി കൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ ലൈഫിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആന്റി സോഷ്യൽ ബിഹേവിയർ, കണ്ടക്ട് ഡിസോർഡേഴ്സ്, ഇങ്ങനെ പല രീതിയിലേക്കും അത് മാറിപ്പോകാനുള്ള ഇടയുണ്ട്. കുട്ടികൾ ഇങ്ങനെയുള്ള ADHD പോലുള്ള സിംറ്റംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒട്ടും താമസിയാതെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. കുട്ടികളിലെ ഈ അസുഖം കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് കറക്റ്റായ സമയത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.